ഞാൻ വിചാരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് വന്നു എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. കാരണം അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ ശൈലി അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് പറഞ്ഞതാവാൻ വഴിയില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അങ്ങനെയാണ്, ഒരു എപ്പോഴും സംസാരിക്കുന്ന ശൈലിയെല്ലാം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ട്രൈബൽ വകുപ്പിലെ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ അപേക്ഷിച്ചിട്ട് അദ്ദേഹം കൂടുതൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന, ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും മട്ടപ്പാടിയിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും എല്ലാം ആദിവാസി വിഭാഗങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഒരു കാര്യം അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ഒഴിവാക്കാത്ത ഒരാളുമാണ്. അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഈ ട്രൈബൽ വകുപ്പിനെ താഴ്ത്തി കിട്ടുന്ന എന്തെങ്കിലും കാര്യം അതിനകത്തുണ്ടോ? അദ്ദേഹം പറഞ്ഞതിനകത്ത് ട്രൈബൽ വകുപ്പിനെ താഴ്ത്തി കിട്ടുന്ന കാര്യം എന്താണ്? അതിനകത്ത് ഉന്നത കുലജാതൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ള കാര്യം അത് കാണുന്നവർക്ക് വിടാം. പക്ഷേ ട്രൈബൽ വകുപ്പിനെ എവിടെയാണ് അത് താഴ്ത്തി കെട്ടിയത്? ഒരു സ്ഥലത്തും ട്രൈബൽ വകുപ്പിനെ താഴ്ത്തി കെട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതാ ട്രൈബൽ വകുപ്പ് ഇങ്ങനെ ഒരു ഉന്നത കുലജാതൻ വന്നതുകൊണ്ട് നന്നാകും എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈബൽ വകുപ്പിന് മോശമാണ് പറയുന്നത്. ഇപ്പോൾ ഭരിക്കുന്നവരെ അല്ല ട്രൈബൽ ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ട്രൈബൽ വകുപ്പിന് ഇപ്പം എന്താ മോശം അതിനുകൊണ്ട് വരുന്നത്? ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ കെ കരുണാകരൻ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ചോദിച്ചു വാങ്ങിയ വകുപ്പാണല്ലോ ഈ പിന്നോക്ക വകുപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പിന്നോക്ക വകുപ്പ് കൈകാര്യം ചെയ്തൊരു മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം. ട്രൈബൽ വകുപ്പിൻ്റെ കീഴിലാണ് വന്നത്. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ മുന്നോക്ക വകുപ്പ് ഭരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാൾക്ക് അധികാരം കൊടുത്തില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നോക്ക വകുപ്പിനുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഏത് പിന്നോക്ക വകുപ്പിൽപ്പെട്ട മുന്നോക്ക വകുപ്പിലുള്ള ആൾക്കാർ ഭരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ മന്ത്രിസഭയും മുഖ്യമന്ത്രിമാരും ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരും ആയിരിക്കുമല്ലോ അത് വിഭജിച്ച് കൊടുക്കുന്നുണ്ടാവുക, അല്ലേ? കെ ആർ നാരായണൻ നമ്മളുടെ വിദേശകാര്യമന്ത്രിയാവുന്നത്, ഡോക്ടർ ബി ആർ അംബേദ്കർ നിയമവകുപ്പ് മന്ത്രിയാവുന്നത് അദ്ദേഹത്തിന്റെ ജാതി പരിഗണിച്ചുകൊണ്ടോ മതം പരിഗണിച്ചുകൊണ്ടോ അല്ല. അപ്പൊ അങ്ങനെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ റിസോഴ്സും. അല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ 3 പേര് സംസാരിച്ച അതുകൊണ്ട് അത് തന്നെ പറഞ്ഞു വരുന്നത്, അത് തന്നെ പറയും. അത് ഇവിടുത്തെ ന്യായീകരണം. ഒരു പിന്നോക്ക വകുപ്പിൽ അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ പിന്നോക്ക കാര്യങ്ങൾ അറിയുള്ളൂ. അത് ഇവിടുത്തെ ന്യായീകരണമാണ്. എന്നിട്ട് പോലും അല്ല, അത് എവിടുത്തെ ന്യായീകരണമാണ്? മുന്നോക്കക്കാർക്കെന്ന് പറയും. ഇപ്പം എനിക്ക് വയനാട്ടിലുള്ള കാര്യങ്ങൾ, ഞാൻ എൻ്റെ തോട്ടത്തിൽ പണിയെടുക്കുന്നവരും ഞാൻ അവരെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. ഞാൻ അവരോട് സംസാരിക്കും. അവരുടെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം, അവരുടെ ഭാഷ വരെ എനിക്കറിയാം. എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാൻ പിന്നോക്ക സമുദായപ്പെട്ട, ഞാൻ ആദിവാസി സമുദായപ്പെട്ട ആളാണോ? പക്ഷേ അല്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം MM മണി ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നൊരു മന്ത്രിയാണ്. അവിടുത്തെ ലയങ്ങളിലെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ലയത്തിൻ്റെ വകുപ്പാണ് ഓർക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ജനങ്ങൾ, നിങ്ങൾ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. 2 രീതിയിൽ തന്നെ കാഴ്ചപ്പാടാണ്. 2 കാഴ്ചപ്പാട് എന്താണ്? ഒന്ന്, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ പിന്നോക്ക കാര്യങ്ങൾ അറിയുള്ളൂ എന്ന് വിചാരിക്കുക. വനവാസി എന്ന് പറഞ്ഞാൽ വനത്തിൽ ജീവിക്കേണ്ടവനാണെന്ന് ഫിക്സ് ചെയ്യുക. വനവാസി എന്ന് പറഞ്ഞിട്ട് വനത്തിലെ സ്ഥലങ്ങൾ മാത്രമേ വനവാസിക്ക് കൊടുക്കാൻ പാടുന്നുള്ളൂ ഫിക്സ് ചെയ്തോട്ടെ. ഞാൻ കംപ്ലീറ്റ് ചെയ്ത് സാർ പറഞ്ഞോളൂ, കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്യുക. ആദിവാസിക്ക് 5 ഏക്കർ ഭൂമി കൊടുക്കാമെന്ന് പറയും. എന്നിട്ട് 5 ഏക്കർ ഭൂമി എവിടെയാണ് കൊടുക്കുക? 5 ഏക്കർ ഭൂമി ഏതെങ്കിലും മലേൻ്റെ മേലെ തൂമ്പ ഒളിച്ച് കൊത്തിയാൽ പോലും പൊളിയാത്ത സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി സ്ഥലം കൊടുക്കും. 37 ഞാൻ അദ്ദേഹം പറഞ്ഞ പോസിറ്റീവ് ചെയ്ത് അതിൻ്റെ അകത്ത് കിട്ടിയ നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ. അദ്ദേഹം പറഞ്ഞ മോശം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഉന്നത കുലജാതൻ ഇതൊക്കെ ഞാൻ ഒഴിവാക്കി. കാരണം അദ്ദേഹം പറയാൻ പാടില്ലാത്തതാണ്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അദ്ദേഹം പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. 37,000 കോടി മുടക്കി എന്ന് പറയുന്നു. 37,000 കോടി രൂപ മുടക്കി. 1 ലക്ഷത്തിൽ താഴെ കുടുംബങ്ങളേ ഉള്ളൂ. 4 ലക്ഷത്തിലധികം കേരളത്തിലെ കാര്യം മാത്രം ഞാൻ പറയാം. 4 ലക്ഷത്തിലധികം ജനസംഖ്യയാണ് പിന്നോക്ക വിഭാഗത്തിലുള്ളത്. 1 ലക്ഷത്തിൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ പിന്നോക്ക വിഭാഗത്തിൽ. 37,000 കോടി രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഓരോ വർഷവും എത്ര രൂപയാണ് കേന്ദ്രവും കേരളവുമായിട്ട് ഈ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അത് ഞാൻ എൻ്റെ ഇതിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യപ്പെടുന്നത്? ഇത് പിന്നോക്ക മന്ത്രി ആയതുകൊണ്ടോ മുന്നോക്ക മന്ത്രി ആയതുകൊണ്ടോ അല്ല. ഇതിന് കറക്റ്റായിട്ടൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടോ ഇതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല. പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. ഇതിൻ്റെ അകത്ത് ഇത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? ഉണ്ണി സാറും സ്മൃതി മേഡം അരുൺ സാറൊക്കെ പറഞ്ഞ കാര്യം ആരെ ഉദ്ദേശിച്ചിട്ടാണ്? ഈ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ ഒരു പരിണാമം വരിക അല്ലെങ്കിൽ മുന്നോക്കം വരിക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഈ ബന്ധപ്പെട്ട ഒരു മിനിറ്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞത് ഉന്ന കുലജാതനല്ല. നിങ്ങൾ ഈ ഒരാൾ പറയുന്ന കാര്യത്തിൻ്റെ നെഗറ്റീവ് മാത്രം എടുത്ത് ചർച്ച ചെയ്യും. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളുടെ അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകണമെന്നേ. കാരണം അത് അവർക്കും കൂടെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഉന്നത കുലജാതനാണല്ലോ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നത്. ഇത്രയും കാലഘട്ടം പട്ടിണി മാറ്റാൻ പറ്റുമോ?
അല്ല അരുൺ സാറേ, ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് ചോദിക്കുന്നതിന് ഓരോ ചോദ്യത്തിന് ഓരോ മറുപടി പറഞ്ഞാൽ പറ്റില്ല. എന്റെ ചോദ്യത്തിന് ഒരു വകുപ്പ് ഞാൻ എന്റെ ചോദ്യത്തിന് മാത്രം പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പിന്നോക്കക്കാരുടെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പിന്നോക്കം രക്ഷകർത്താവിന്റെ രൂപം എടുക്കുകയാണ് അവിടെ സുരേഷ് ഗോപി എന്നുള്ളതാണ്. അതാണ് അതായത് മുന്നാക്കക്കാർ വന്ന് അവരെ സംരക്ഷിക്കാനുള്ള ഒരു ചുമതല മുന്നാക്കക്കാർക്ക് വിശദീകരണത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ, മുന്നാക്കക്കാർ സംരക്ഷിക്കണം എന്ന് എവിടെയാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടവരാണോ? മുന്നാക്കക്കാരാൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണോ പിന്നാക്കം? അങ്ങനെയല്ല, മുന്നാക്കക്കാരും പിന്നാക്കക്കാരും എല്ലാം ഭരണഘടന തുല്യത വേണം എന്ന് പറയുകയും അതിന് കൂടെ തുല്യതയില്ല, അതിന് അപ്പുറം പിന്നെ ഭരണഘടനയിൽ തുല്യത വേണമെന്ന് പറയുകയും അതോടൊപ്പം സംവരണം വെക്കുകയും ചെയ്യുകയാണ്. സംവരണം എന്തിനാണ് സംവരണം വെക്കുന്നത്? ഇവരെ മുന്നോക്കം കൊണ്ടിരിക്കുകയും ഇതിനെ തുല്യതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണല്ലോ അല്ലേ സാർ? ഒരു മിനിറ്റ്, നിങ്ങൾ തുല്യത വേണമെന്ന് പറയും, ഇന്ത്യയിലെ ജനങ്ങളെല്ലാം തുല്യരാണെന്ന് പറയും, എന്നിട്ട് നമ്മൾ സംവരണം വെക്കും. സംവരണം വെക്കുന്ന എന്തിനാണ്? പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ മുന്നോക്കം കൊണ്ടിരിക്കുകയും തുല്യരാക്കുകയും വേണമെന്നുള്ള സംവിധാനത്തിലൊക്കെ. എന്നിട്ട് നമ്മൾ എന്ത് തന്നെ പറയും? പിന്നോക്കം നിൽക്കുന്നവർ പിന്നോക്കം വയ്ക്കുന്ന ആൾക്കാർ മാത്രം ചെയ്ത് അവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ പറയും. അങ്ങനെയല്ല. എന്താണ് വേണ്ടത്? മുന്നോക്കം നിൽക്കുന്ന എഫേർട്ടും കൂടെ വേണം. പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കം കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ അതിനെ പറയാൻ സമ്മതിക്കുന്നതിന് മുന്നേ എന്ത് സംഭവിക്കും? അതെന്താ? അല്ലാതെ പിന്നോക്കം നിൽക്കുന്നവർ പിന്നോക്ക കാര്യങ്ങൾ, ഒരു മിനിറ്റ്, പിന്നോക്കം നിൽക്കുന്നവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കോളൂ, മുന്നോക്കം നിൽക്കുന്ന ആരുടെ കാര്യം മാറ്റിക്കും. എന്നിട്ട് നമ്മൾ പറയും തുല്യത എന്ന് വേണമെന്ന് പറയും. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾ ഗോത്രവർഗത്തിന്റെ കാര്യവും ആയിക്കോട്ടെ, ഗോത്രവർഗത്തിന്റെ കാര്യവും നിങ്ങൾ ഈ പറഞ്ഞ എന്താണ് പിന്നെ അംബേദ്കറിൻ്റെ കാര്യവും ഭരണഘടനയുടെ കാര്യമൊക്കെ പറഞ്ഞോളൂ. ഞാൻ ഒറ്റ കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. തുല്യത വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം തന്നെ നിങ്ങൾ പിന്നെ ഭരണഘടന വെക്കും, അല്ലെ എന്ത് പിന്നെ സംവരണം വെക്കും. സംവരണം വെക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ പിന്നോക്കത്തെ മുന്നോക്കം കൊണ്ടുവരാൻ വേണ്ടി. ഒരു മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് എന്നെ എൻ്റെ അഭിപ്രായം പറയുന്നത് അല്ല, ആ അഭിപ്രായത്തിന് പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയിൽ തുല്യതയെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ആർട്ടിക്കിൾ 14 ഓൾ ആർ ഈക്വൽ ബിഫോർ ദി ലോ എന്ന് പറയും. എന്നാൽ എന്താ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ എന്ന് രണ്ടാമത്തെ ഒരു ക്ലോസ് ഉണ്ട്. അല്ല, ഒരു നിമിഷം, ഓൾ ആർ ഈക്വൽ ബിഫോർ ദി ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ എന്ന് പറഞ്ഞാൽ അതുല്യരായ മനുഷ്യർ അതുല്യരായി കണക്കാക്കിയാണ്. അങ്ങനെയല്ല, നിയമത്തിന്റെ മുന്നിൽ തുല്യരെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഒരു നമ്മുടെ നിയമത്തിന് പുറത്തുള്ള ഒരു ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ്, ഞാൻ പറയാം ഏത് ഒഫൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു, നിങ്ങൾ കോടതിയിൽ വന്നിട്ട് പറയും എനിക്ക് നിയമം അറിയില്ല എന്ന് പറഞ്ഞ കോടതി, അത് നിയമം അറിയില്ല എന്ന് പറഞ്ഞാൽ കോടതി സമ്മതിക്കുമോ? നിങ്ങൾക്ക് നിയമം അറിയുന്നില്ലല്ലോ. നിയമത്തിന്റെ മുന്നിൽ ഇന്ത്യയിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. അതുപോലെ ഒരു ക്ലാരിറ്റി വരുത്താം. അതായത് CRPCയുടെ ഒരു കുറ്റകൃത്യത്തിന്റെ കാര്യത്തിൽ ഈ പറയുന്ന തുല്യത തന്നെയാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ അവിടെ ബാധകമല്ല. പക്ഷേ പ്രശ്നം എവിടെയാണ്? നിങ്ങളൊരു റിസോഴ്സ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ, ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ ഉപയോഗിക്കേണ്ടി വരും. കാരണം നമ്മളെല്ലാവരും അസമന്മാരായി നിൽക്കുന്ന കാര്യത്തിൽ ഈ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ മുന്നോക്കം കൊണ്ടുവരേണ്ട ആരുടെ ഉത്തരവാദിത്തം? സ്റ്റേറ്റിന്റെ ആണല്ലോ, സ്റ്റേറ്റിന്റെ ആണ്, ഉറപ്പിച്ചല്ലോ. 100%. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ഈ SC/ST വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ടത് പിന്നെ SC/ST വകുപ്പുകാരാണെന്ന് മാത്രം അത് അലിഖിതമായ നിയമങ്ങളായി. അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞ ഒരു 10-20 വർഷത്തിനുള്ളിൽ ഉണ്ണിസാർ പറ, ആഫ്റ്റർ കരുണാകരന് ശേഷം ഈ പറഞ്ഞ SC/ST വകുപ്പ് ഭരിച്ച പിന്നെ പുന്നോക്കം നിൽക്കുന്ന വകുപ്പിൽ ഒരു മന്ത്രിയുടെ അത് അലിഖിത നിയമമായി മാറാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് ആലത്തൂർ മന്ത്രി രാജിവെച്ചല്ലോ സാറേ. ആലത്തൂരിൽ നിന്ന് ഒരാള് രാജിവെച്ചു. ആര്? മന്ത്രി രാജിവെച്ചല്ലോ. SC/ST വകുപ്പ് രാധാകൃഷ്ണൻ രാജിവെച്ചല്ലോ. എപ്പോഴാണ് പറഞ്ഞത്? അപ്പൊ തുടങ്ങുകയാണ് ചർച്ച. എന്താണ് ചർച്ച എന്നറിയോ? ഒരു SC/ST കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇവിടെ പുറത്താക്കി എന്നാണ് പറയുന്നത്. എന്തിനാ അങ്ങനെ ചർച്ച വരുന്നത്? അങ്ങനെയല്ല ചർച്ച, തുല്യത വരണം. അന്നേരം ഈ പറഞ്ഞ ഒരു കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല. എന്ത് ചർച്ച ചെയ്തിട്ടില്ല? SC/ST കാരന് വേറെ വകുപ്പ് മന്ത്രി കൊടുത്തില്ലല്ലോ. അന്നേരം എന്താ അറിയോ? ഇപ്പോഴും ചർച്ച ചെയ്യുന്ന എന്താ? അപ്പൊ തന്നെ OR കേളുവിനെ മന്ത്രിയായി കൊണ്ടുവന്നു. ദേവസ്വം മന്ത്രിയായിരുന്നു.
ഏതാ ഇദ്ദേഹം ദേവസ്വം മന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു വകുപ്പ് അഡീഷണൽ കൊടുത്തു. ഞാൻ ചോദിക്കുന്നത്, ഞാൻ SC പിന്നോക്ക വിഭാഗത്തിന്റെ കാര്യം മാത്രമേ അല്ല, അത് വളരെ- കെ കരുണാകരന് വളരെ progressive ആയ തീരുമാനമായിരുന്നു. അതെ, കെ കരുണാകരന് ശേഷം SC ST വകുപ്പ് കൈകാര്യം ചെയ്ത കേരളത്തിലെ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞാൽ അല്ല, അതുകൊണ്ട് എന്താ നേട്ടം എന്നാ ഞാൻ ചോദിക്കുന്നത്? അത് നേട്ടം ഉണ്ടോ എന്ന് വെച്ചാലേ അറിയാൻ അല്ല, എന്താ നേട്ടം? അല്ല, അല്ല, അപ്പൊ പറയുന്ന അടുത്ത കാര്യം എന്തായിരിക്കും അറിയോ? അപ്പൊ പറയുന്ന അടുത്ത കാര്യം അതൊരു അപകടകരമായ അല്ല, argument ആണ്. അപ്പൊ പറയുന്ന അടുത്ത കാര്യം എന്താ അറിയോ? പിന്നോക്ക വിഭാഗത്തിന്റെ കാര്യങ്ങൾ അറിയാവുന്നത് പിന്നോക്ക വിഭാഗക്കാരനാണെന്ന് മാത്രം പറയും. നോ ആൻഡ്രു, അതിനകത്ത് സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന ഒരു അപകടകരമായ ആർഗ്യുമെന്റ് ഉന്നത കുലജാതനായി ഞാൻ ഉന്നത കുലജാതനെ പിടിച്ച് നിങ്ങൾ ഒരു മിനിറ്റ്, രണ്ട് ഇന്റൻഷനാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിർത്തിക്കോളാം സാർ, പറഞ്ഞോളൂ. ഒറ്റ ഉദാഹരണം, ഒരാൾ വണ്ടി ഓടിച്ചു പോവാണ്, അദ്ദേഹത്തിന് ഒരാളെ ഇടിച്ച് കൊല്ലണം എന്നൊരു ഇന്റൻഷൻ ഉണ്ട്. അദ്ദേഹം ആ വണ്ടി ഇടിച്ച് അദ്ദേഹത്തെ കൊന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് കൊലക്കുറ്റം ചാർജ് ചെയ്യും. ഒരാൾ വണ്ടി ഓടിച്ച് മുന്നിൽ പോകുന്നതിന് മുന്നേ അറിയാതെ ഒരാളെ തട്ടി, അദ്ദേഹം മരണപ്പെട്ടു. നമ്മൾ എന്താ പറയാ? എന്താ പറയാ? മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ളത്. ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഈ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞത്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഇന്റൻഷൻ ഇല്ല. എന്താണ് ഇന്റൻഷൻ? എന്താണ് ഇത്? ഇന്ത്യയിലെ ഈ പറയുന്ന ട്രൈബൽ വകുപ്പുകൾ മുഴുവൻ ഒരു ഉന്നത കുലജാതനെ എടുത്ത് കരയിൽ വെക്കണം എന്നുള്ളൊരു ഇന്റൻഷൻ അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്താണ്? ഈ വകുപ്പ് നന്നാവണം എന്നുള്ള ഇന്റൻഷനേ ഉള്ളൂ. നന്നാക്കാൻ ഉന്നത കുലജാതം വരണോ? ഞാൻ പറയുന്നത് അത് മാത്രമേ. നന്നാക്കാൻ ഉന്നത കുലജാതം വരണോ? ആ പോയിന്റിലാണ് ചർച്ച. ഈ പറഞ്ഞ വകുപ്പിന്റെ കാര്യത്തിനകത്ത് ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അല്ല, അതാണ് ചർച്ച. അവിടെയാണ് പ്രതിരോധം. Meet the editors.